പ്രൈവസിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യം പറയാനുള്ളത്, നമുക്ക് പ്രൈവസി ഇല്ല. നമ്മുടെ സെന്റിമെന്റിനെ അത്രത്തോളം അവർ പഠിക്കുന്നുണ്ട്. ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ കൃത്യമായ ഉപയോഗം ഇന്നും കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു കേസാണ്. ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞത് ബേസിക്കലി ആദ്യം വേണ്ട സംഭവം കോമൺ സെൻസ്. കാരണം പ്രത്യേകിച്ച് ഇത്രയും ഹൈപ്പർ കോമ്പറ്റേറ്റീവ് ആയ ഒരു വേൾഡിൽ അത്രത്തോളം മത്സരാധിഷ്ഠിത ബുദ്ധിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തികളുടെ ഇടയിൽ നമുക്ക് ഇൻസൈറ്റ് കിട്ടാൻ എളുപ്പമല്ല. പ്രൈവസിക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ടൈമാണ്. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അതെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഡേറ്റ അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, പല ആപ്പിലും നമുക്ക് ട്രാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ? പ്രൈവസിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യം പറയാനുള്ളത്, നമുക്ക് പ്രൈവസി ഇല്ല. അതാണ് അതിന്റെ അതാണ് ഞാൻ വ്യക്തികളോട് തമാശക്ക് എന്റെ കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു വാണ്ട് ടു ബിക്കം പ്രൈവറ്റ് ഇൻ യുവർ ലൈഫ്, നിങ്ങൾ പോയിട്ട് നോക്കിയുടെ പഴയ കാലത്തെ ഫോൺ മേടിക്കുക, മിണ്ടാതിരിക്കുക. പക്ഷെ അതിലും പറ്റില്ല, കാരണം എന്താ, SMS ചെയ്യേണ്ടി വരും. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിവൈസുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുതൽ നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് തന്നെ കമ്പനികൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഓഫ്ലൈൻ ആക്ടിവിറ്റി പോലും, അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ എടുത്തു, മൊബൈലിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, പക്ഷേ ഈ മൊബൈലുമായിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. തീർച്ചയായിട്ടും എത്ര ടൈം ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്തു ഇതൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, ബാംഗ്ലൂർ ഒരു ഷോപ്പിംഗ് സെന്ററിൽ പല പോയിന്റുകളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ വെച്ചിട്ട് ആ ക്യാമറയിൽ നിന്ന് വരുന്ന നമ്മുടെ മൂവ്മെന്റ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചില പോയിന്റുകളിൽ ഇവിടെ കിയോസ്ക് ഇടണം എന്ന രീതിയിൽ കമ്പനി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സെന്റിമെന്റിനെ അത്രത്തോളം അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രൈവസി എന്ന് പറഞ്ഞത് കൃത്യമായി പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അത് പറയുമ്പോൾ പോലും നമുക്ക് ചില ഒരു സെറ്റ് ഓഫ് പോളിസീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം GDPR റൂള്, അതുപോലത്തെ ചില റൂളുകളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം, ബേസിക്കലി പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, മിത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല. അതായത് ഞാൻ ഒരു ചെറിയ തമാശക്കൊരു കാര്യം പറയാം. ഇപ്പോ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്തു, അല്ല കമ്മ്യൂണിറ്റികളിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കമ്മ്യൂണിറ്റികൾ മാത്രമല്ല, ഞാൻ ഒരു യൂട്യൂബറിന്റെ കയ്യിൽ നിന്നാണ് അത് കണ്ടത്. അതായത് അയാളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അയാളുടെ ഭാര്യ ഇങ്ങനെ ഭക്ഷണം കൊടുന്നു വെച്ചു. ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ മാഷ നമ്മുടെ കുട്ടിയുടെ ഡയപ്പർ തീർന്നിട്ടുണ്ട്. ഓക്കെ, കുട്ടിയുടെ ഡയപ്പർ തീർന്നിട്ടുണ്ട്. അപ്പം ഇയാൾ പറഞ്ഞാൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം എന്നും പറഞ്ഞ് ഇയാളൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഓക്കെ, ഇയാളെ ഏജൻസിയിൽ പോയിരുന്ന ഉടനെ ആമസോണിൽ ഡയപ്പറിന്റെ പരസ്യം. കുറെ തമാശക്ക് ഞാൻ കണ്ടതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാള് അഡ്വർടൈസ്മെന്റ് നോക്കുമ്പോൾ ഡിവോഴ്സിന്റെ പരസ്യം വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പം ടാർഗറ്റിംഗ് ഭയങ്കര എഫക്റ്റീവ് ആണല്ലോ ഇപ്പം ചെയ്യുമ്പോൾ. പ്രൈവസി നമുക്ക് ഇല്ലല്ലേ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല്, ഇപ്പോൾ ഈ നമുക്ക് ഗൂഗിളിന്റെ കേസിലേക്ക് വരണം, ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ കേസിലേക്ക്. ഈ പ്രൈവസി ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങളെ അവർ പ്രോസസ് ചെയ്യുന്ന വേറൊരു നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെർച്ചിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, എന്നെ ഏറ്റവും അടുത്തറിയാവുന്നൊരു സുഹൃത്ത്, ഞാൻ ഒരു മോളൽ കൊണ്ട് അവർക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ടാണ് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുന്നു ഏറ്റവും അടുത്ത് ഒരു ബ്യൂട്ടി പാർലർ ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗൂഗിളിന് അറിയാമെങ്കിൽ, ഇപ്പം എൻ്റെ സുഹൃത്തിനറിയാം അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്, അപ്പോൾ എനിക്ക് എന്താ ഒരു ഗ്രൂമിങ്ങിന് വേണ്ട ഒരു അത്രയും ആ ഫെസിലിറ്റി ഉള്ള ഒരു ബ്യൂട്ടി പാർലർ സജസ്റ്റ് ചെയ്യണം. എന്നാൽ അത് ഒരുപാട് ദൂരെ ആവാൻ പാടില്ല, കാരണം അടുത്ത 2 ദിവസം കഴിഞ്ഞ് എൻ്റെ മാരേജ് ആണ്. അപ്പോൾ ഒരുപാട് ദൂരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഇതായിരിക്കരുത്. പക്ഷെ ഏറ്റവും അടുത്തുള്ള എന്നാൽ ഗ്രൂമിങ് ഫെസിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ ഒരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം തരണം എന്ന്. പിന്നെ അതുപോലെ ലഞ്ച് ഞാൻ കഴിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബിഹേവിയർ, നേരത്തെയുള്ള ബിഹേവിയറോ അല്ലെങ്കിൽ ഞാൻ ലഞ്ച് കഴിക്കാറില്ല എന്നൊക്കെ അറിയുന്ന ഒരാൾക്ക് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മറ്റ് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് കാണിച്ചു തരാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് മീൽസ് അല്ല കഴിക്കുന്നത് ഉച്ചക്കെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉച്ചക്കുള്ളത് സ്കിപ്പ് ചെയ്യുന്നത്.
അപ്പോൾ എനിക്ക് ലഞ്ച് മാത്രം കൊടുക്കുന്ന റെസ്റ്റോറന്റ് എനിക്ക് സജസ്റ്റ് ചെയ്യാതിരിക്കാം. അല്ല, അതൊരു വലിയ പോയിന്റാണ്. ഈ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവരെല്ലാം നോക്കുന്നത് എന്താണ്? യൂസർ എക്സ്പീരിയൻസ് മാക്സിമം യൂസർ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ, അതാണ് നോക്കുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നോർമലി നമ്മള് GMP നമ്പർ വെരിഫൈ മാക്സിമം കഷ്ടപ്പെട്ട് വെരിഫൈ ചെയ്തിട്ടുമല്ലോ. ഇത് എന്റെ ഒരു ക്ലയന്റിന് ഞാൻ നമ്പർ വെരിഫൈ ചെയ്തിട്ടു. ആ നമ്പർ വെരിഫൈ ചെയ്തുകൊണ്ട് മാത്രം റാങ്കിങ് താഴെ പോയി. എന്താന്ന് വെച്ചാൽ പുള്ളി ആ നമ്പറിൽ കോൾ വന്നാൽ കോൾ എടുക്കില്ല. അതൊരു വലിയ വിഷയമാണ്. കാരണം സ്ഥിരമായിട്ട് ഒരു നമ്പറിൽ യൂസർ ഇന്ററാക്ഷൻ ഈ GMPയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുമ്പോൾ എടുക്കാത്തൊരു ബിസിനസ് ആണെങ്കിൽ ഗൂഗിളിനത് അറിയാം, അയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നേരെ താഴോട്ട് പോകും. ഇന്ററാക്ഷൻ ഇല്ല, ക്ലയന്റ് സൈഡിൽ നിന്ന് ഇന്ററാക്ഷൻ ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ ഈ റിവ്യൂസിന് പിന്നെ റെസ്പോണ്ട് ചെയ്യാത്ത ബിസിനസ്സുകളെ അവർ പിന്നെ ആ രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അത് റിവ്യൂസ് പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റ AI ഒക്കെ വന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ ഡിസ്പ്ലേ നെറ്റ്വർക്കുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റികളിലോ ഒക്കെ ഇത് അവരെ ഈ പ്രൈവസിയിലേക്ക് ഒരു സമയം ഇടിച്ചു കയറുന്നു ഒക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ രീതിയിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റിങ്, ആഡ് കാണിക്കുക, ഇതൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെതായ ചില ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ എനിക്കൊരു ഒരു വിവരം വേണം. ഞാനൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇന്റന്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എനിക്കിപ്പോൾ 6 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഞങ്ങൾ രണ്ടുപേരും കുട്ടികൾക്കുണ്ടാവുന്ന ഒരു കഫ് എങ്ങനെ പരിഹരിക്കാന്നാണെങ്കിൽ സാറിന് 6 വയസ്സുള്ളൊരു കുട്ടിയുടെ കഫ് ഓറൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെഡിസിൻസ് ഒക്കെ കൊടുക്കാം. ഈ 6 മാസമുള്ള ഒരു കുട്ടിക്ക് മെഡിസിൻ കൊടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള റെമഡീസ് വേണം എനിക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഇത് എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് എന്റെ ഈ ക്വസ്റ്റ്യൻസിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. ഞാൻ ഏത് സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്, എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇതിന് എനിക്ക് ഏത് തരത്തിലുള്ള ആൻസറാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നോക്കും. അപ്പൊ എനിക്ക് ഈ തരത്തിലുള്ള കോണ്ടെക്സ്റ്റ് തരാം, അല്ല കോണ്ടെക്സ്റ്റുള്ള ആൻസർ തരാം. സാറിന് ഇത് പറഞ്ഞ പോലെ തിരിച്ചു നേരെ 6 വയസ്സ് നടക്കുമ്പോൾ അതെ ആ രീതിയിലേക്ക് ഇത് ഒരു പരിധിവരെ നല്ലതാണ്. ഇതിനോട് യോജിച്ച് എനിക്ക് പറയാനുള്ള, എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ അതിന് കൊണ്ടുവന്നതാണോ എന്ന വിഷയത്തെ കുറിച്ച് എനിക്കറിയില്ല. എങ്കിലും നമ്മളെ ടിക്ടോക്ക് എന്ന് പറയുന്ന മാധ്യമം ശരിക്കും പറഞ്ഞാൽ ഇപ്പോ വർക്ക് ചെയ്യുന്നത് ഒരു എന്റർടൈൻമെന്റ് ആപ്പായിട്ടല്ല. ടിക്ടോക്ക് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അത് നിലവിലില്ല. എങ്കിലും ടിക്ടോക്ക് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു യൂസർ എൻഗേജ്മെന്റ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്നാണ്. ടിക്ടോക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൊമേഴ്സ് സ്റ്റോർ, ഒരു യൂസർ എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം പ്ലസ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് അവരെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദേ ആർ കൺസിഡറിങ് ദംസെൽസ് ആസ് എ മിനി സെർച്ച് എഞ്ചിൻ. ഓക്കെ, ഒരിക്കൽ ടിക്ടോക്ക് കോവിഡിന്റെ സമയത്ത് ദേ ഹാവ് ബ്രോട്ട് അപ്പ് എൻ അഡ്വർടൈസ്മെന്റിൽ അവർ പറഞ്ഞത് യു ക്യാൻ ഡു A to Z ഓഫ് എവറിത്തിങ് ഇൻ റിലേറ്റഡ് ടു സെർച്ച്, എന്റർടൈൻമെന്റ്, ഷോപ്പിംഗ്, ഓൾ ഇൻ ടിക്ടോക്ക് പ്ലാറ്റ്ഫോം വിത്തൌട്ട് ഗോയിങ് ഔട്ട്സൈഡ് ഓഫ് ടിക്ടോക്ക്. അപ്പൊ ഗൂഗിൾ പോലത്തെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിലും അവരുടെ ഷെയർ ഓഫ് വോട്ട് കുറഞ്ഞു വന്നു. അപ്പൊ അവരത് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ LLM മോഡലുകൾക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഗൂഗിളിന് വലിയ തോതിൽ അത് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അടുത്ത് ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചത് ChatGPTയുടെ പെർസെന്റേജ് ഓഫ് സെർച്ച് എത്ര കുറഞ്ഞു. ഗൂഗിളിന്റെ അതേ പടി ഒരു 80 ഉണ്ടായിരുന്നത് ഇപ്പോൾ 91% അത് എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പോയിന്റ് അവർ കൃത്യമായിട്ട് അത് പഠിക്കുന്നുണ്ട്. അതൊരു ഒരു 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 വാല്യൂ സിസ്റ്റമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾ 3 പേരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കേരളത്തിലുള്ള ഏത് സ്ഥാപനത്തിലേക്ക് വരികയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് വേണ്ടിയ ഒരു ബേസിക് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ എന്തായിരിക്കും? ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ളത് 2 തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ്. ഒന്ന് പക്ക പാഷനേറ്റ് ആയിട്ട് ഇത് പഠിക്കാനായിട്ട് വരുന്നതും, പിന്നെ രണ്ടാമത് ജസ്റ്റ് സ്പൂൺ ഫീഡിങ് ചെയ്ത് പഠിക്കുള്ളൂ എന്ന് വരുന്ന 2 ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. ഈ പാഷനേറ്റ് ആയിട്ട് ആൾക്കാർ അവർ നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് നല്ല രീതിക്ക് ഗ്രോ ആയി പോകുന്ന കാണുന്നുണ്ട്. പക്ഷെ മറ്റേ രണ്ടാമത്തെ ടൈപ്പ് വരുമ്പോൾ
അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ചില ആൾക്കാർ നമുക്ക് ഗൈഡ് ചെയ്ത് മെന്റർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അവരെ ഇവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെയിനായിട്ടും അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരാന്നുള്ളതാണ് മെയിൻ. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെട്ടെന്നൊരു ജോലി കിട്ടും അങ്ങനെയാണ് ഒരു മിത്ത് വെളിയിലുണ്ട്. തീർച്ചയായും അവർക്ക് ജോലി കിട്ടുമായിരിക്കും, പക്ഷെ ഇതിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് ലൈഫ് ലോങ് ലേണിംഗ് അഡാപ്റ്റബിലിറ്റി അവിടെ അതിന് ഇത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്മളത് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു 2%, 3%, 5% അത്ര തന്നെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ഓരോന്നും ചെയ്ത് പഠിക്കുന്നതാണ്. എന്റെ ഒരു പേഴ്സ്പെക്റ്റീവില് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കാർത്തിക് സാറിന്റെ പോഡ്കാസ്റ്റിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴും പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞത്, ടെക്നിക്കൽ നോളജ് നമ്മൾ ഇംബൈബ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗിന്റെ ബിസിനസ് ഫണ്ടമെന്റൽസ്, ഒരു വാക്കും കൂടി കൂട്ടി പറയാം, ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്ത കമ്മ്യൂണിക്കേഷന്റെ ഫ്രെയിംവർക്ക്, കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ്, ശരിക്കും പറയുകയാണെങ്കിൽ യൂസർ എങ്ങനത്തോരാണ്, ബയർ ആരാണ്, ഇത് ഒരു മനസ്സിലാക്കാത്ത വ്യക്തി പോയിട്ട് കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ജോബ് കിട്ടിയേക്കാം. ജോബ് കിട്ടില്ല എന്ന് നമ്മൾ പറയാൻ തയ്യാറല്ല. കാരണം ഒരു റിപ്പോർട്ട് പ്രകാരം 2020 കോവിഡിന് ശേഷം ഡിജിറ്റൽ എന്ന് പറയുന്ന മാധ്യമത്തിലേക്കുള്ള കമ്പനികളുടെ ആക്സിലറേഷൻ ഇസ് മോർ ദാൻ 700%. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിജിറ്റലിലേക്ക് വരിക. ബട്ട് സ്റ്റിൽ 20% എത്തിയിട്ടുള്ളൂ. ഇനി എത്താനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്ര ആള് പഠിച്ചിറങ്ങിയാലും ഇവിടെ അയാൾക്കൊരു ജോബ് കിട്ടും. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കരിയർ കിട്ടും എന്ന് പറയുന്ന പ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എനിക്കൊരു എക്സാമ്പിൾ എൻ്റെ അടുത്തുണ്ട്. ഒരു പയ്യൻ പാഷനേറ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അന്ന് എനിക്കത്ര പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി 1500 റുപ്പീസ് സാലറിക്ക് സ്റ്റൈപ്പൻഡിനാണ് ഒരു കമ്പനിയിൽ കയറിയത് 2018. 2019 അത് നേരെ 30,000 എത്തി. ഓക്കെ, കാരണം എന്താണ്? പുള്ളി ഒറ്റയ്ക്ക് ഇനീഷ്യേഷൻ എടുക്കാൻ തുടങ്ങി, ഓരോ പ്ലാറ്റ്ഫോം പഠിക്കാൻ തുടങ്ങി. എന്താണ് സാറ് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും കണ്ടന്റ് എങ്ങനെ കൺസ്യൂം ചെയ്യും എന്നുള്ളത് പഠിച്ചു. ഇന്ന് കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് ട്രാക്ടർ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഹെഡാണ് മാർക്കറ്റിങ്ങിന്റെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അയാളുടെ ട്രജക്ടറി എന്ന്. അപ്പോൾ അത് ഇദ്ദേഹം ആഴ്ചയിൽ ഒരിക്കൽ എന്നെ വിളിക്കും, എന്നിട്ട് പറയും, ഞാനേ ലിങ്ക്ഡിനിൽ പുതിയൊരു പരിപാടി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മിണ്ടാതെ ചോദിക്കും, അതെന്താ പരിപാടി? അതെ, എങ്ങനെ നമ്മൾ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള യൂസർ ബേസ് നമ്മളെടുത്തേക്ക് വരും. ഇന്ന യൂസർ ജേണി നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്താൽ ഇത് കിട്ടും. അപ്പൊ ഞാനത് എല്ലാവരോടും പല രീതിയിലും, സാറും അത് പറയുന്ന കേസാണ്. ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ കൃത്യമായ ഉപയോഗം ഇന്നും കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു കേസാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അത് വളരെ കുറച്ച് മാത്രമാണ് അതിന് ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ ഞാനത് എല്ലാവരോടും നടന്നിട്ട് പറയുന്ന കേസാണ്. നിങ്ങൾ അതിന്റെ മുകളിൽ കൃത്യമായിട്ടൊരു ചിന്ത വേണം. നിങ്ങളെ സെല്ല് ചെയ്യാൻ ശ്രമിക്കണം, നിങ്ങളെ പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഈ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ആർക്കിടെക്ചറും ഫ്ലോ ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഒരു അനാലിസിസ്, ഒരു ഫ്രെയിം വർക്ക്, ഒരു കമ്മ്യൂണിക്കേഷൻ, അതേപോലെ ഫണ്ടമെന്റൽസ്, ഇതും അറിയലൊരു ആവശ്യമാണ്. അതല്ലെങ്കിൽ അയാൾക്കൊരു കരിയർ അവിടെ ഉണ്ടാക്കിയെടുക്കും. കാരണം ഈ ടെക്നോളജി എപ്പോഴും ഇവോൾവിംഗ് ആണ്, അല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ 3 വർഷം മുന്നേ കണ്ട മെറ്റാ പ്ലാറ്റ്ഫോം അല്ല എന്നുള്ളത്. അടുത്ത കൊല്ലം അതാവില്ല, അടുത്ത കൊല്ലം ഇനി അതും ആവില്ല, വേറെ എന്തെങ്കിലും ആവും. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇതാണ് ഈ നമ്മൾ മൊബൈലിൽ നിന്നുള്ള ഡാറ്റാസ് ഒക്കെ, അതിന്റെ ക്യാമറ തന്നെ നമ്മൾ അറിയാണ്ട് സ്ട്രീറ്റ് വ്യൂവും അതൊക്കെ അത് വെർച്വൽ റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വണ്ടികളിൽ ക്യാമറ വെച്ച് വിടുന്നത്. എടുത്ത ഡാറ്റ കറക്റ്റ് ആണ്, അത് അവർ വെരിഫൈ ചെയ്യണം. അവർക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. കാരണം അവര് ഈ പറയുന്ന നമുക്ക് നമ്മളെ എടുത്ത ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വളരെ കൃത്യമാണ്. യൂസറിന്റെ എക്സ്പീരിയൻസിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ മാറിയാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന റവന്യൂവിന്റെ എൻജിൻ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മൊബൈൽ
ഫുൾ ഫ്ലെഡ്ജിൽ ഔട്ട് ആവുന്നതാണ്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. വെയറബിൾസ് വരും. അതെ, ഫുൾ വിർച്വൽ റിയാലിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ടെക്നോളജിയുടെ അപ്ഡേറ്റുകൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അത് പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് വേറെ പോയിന്റ് ഉണ്ട് അതിനകത്ത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞാണ്, ബേസിക്കലി ആദ്യം വേണ്ട സംഭവം കോമൺ സെൻസ്. കോമൺ സെൻസ് ഇല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ല എവിടെയും വരരുത്, പക്ഷെ പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ കോമൺ സെൻസ് വേണം. ഒന്ന്, കേരളത്തിൽ മൺസൂൺ സീസൺ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണെന്ന് ജസ്റ്റ് അറിയുന്ന, ഇപ്പോഴും മാറി കേട്ടോ, എന്നാൽ പോലും മഴ പെയ്യുന്നത് ഏകദേശം ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് കാലഘട്ടത്തിലാണെന്ന് അറിയുന്ന ഒരാൾക്കാണ് കുടയുടെ പരസ്യം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുട ആ സമയത്താണ് ആവശ്യം എന്നുള്ളത് അറിയുന്നത്. അതല്ല ഇതൊക്കെ കുടയൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പരസ്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ സമയത്തല്ല. ഈ പറഞ്ഞ പോലെ ഏറ്റവും ഈ സൂര്യൻ ഉച്ചയിൽ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൊണ്ടുപോയിട്ട് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നെങ്കിലുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ സെൻസ് വേണം. അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. കാരണം പല സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു കസ്റ്റമർ ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ഈ ടെക്നിക്കൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഫാന്റസി നമ്മളെപ്പോഴും പറയുന്നത്, അതിലേക്കൊക്കെ പോയിട്ട് നമുക്കിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർക്കും പറ്റും. ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പറ്റിയത് വളരെ പെട്ടെന്ന് അവർ ഈ പ്ലാറ്റ്ഫോം പഠിക്കും. പക്ഷെ പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇതിനകത്ത് വിജയിക്കാൻ പറ്റില്ല. സാർ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു, അങ്ങനെ വരുന്നവർ 3 വർഷത്തിൽ കൂടുതൽ ഇതിനകത്ത് നിൽക്കില്ല. കറക്റ്റാണ്, നിൽക്കാൻ പറ്റില്ല, അവർക്ക് കഴിയില്ല. അതെ അതെ, കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നവർക്ക് അറിയാം, ഒരു ബിഗിനർ ലെവലുള്ള ഒരു ജോലി കഴിഞ്ഞാൽ പിന്നീട് പോകേണ്ടത് ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ്. ആ ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഈ സ്കില്ലില്ല എങ്കിൽ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റില്ല, അവർക്ക് ജോലിയിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ അവർ സ്റ്റക്കായിട്ട് നിൽക്കും. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഇപ്പൊ നമ്മള് കമ്മ്യൂണിറ്റികൾ, പല കമ്മ്യൂണിറ്റികളുണ്ട്. ആ കമ്മ്യൂണിറ്റികളിൽ നിന്ന് 4,000 ആൾക്കാരെ നമുക്ക് അറിയണമെന്നാണ്. അതെ അതെ, കൃത്യമായിട്ട് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ ലിറ്റിൽ വൈറ്റ് കമ്മ്യൂണിറ്റി ഒരുപാട് പേഴ്സണലി എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ സൺഡേ ചർച്ചകൾ, പിന്നെ അതിനകത്ത് സൺഡേ ചർച്ചകൾ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാമെന്ന് എനിക്ക് വരെ അതിനകത്തുനിന്നാണ് പഠിക്കാൻ പറ്റിയത്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹബിന്റെ ഗ്രൂപ്പ്, ഇപ്പൊ ബൈറ്റ്സിന്റെ ഗ്രൂപ്പ്, ഇതൊക്കെ ഇപ്പൊ ഇന്നലെ ഒരു കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഏജൻസിക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഞാൻ വളരെ സരസമായ രൂപത്തിൽ ഒരു മെയിൽ അയച്ചു. വളരെ ഇതായിട്ട് ഞാൻ പറഞ്ഞു, സർ, വി ഡോണ്ട് ഹാവ് എനി ഇന്റൻഷൻ ടു മോണിറ്റൈസ് ദിസ് കമ്മ്യൂണിറ്റി. ദ ഓൺലി വൺ റീസൺ ഫോർ ദാറ്റ് ഇസ് ദാറ്റ് വി ആർ എ സെൽഫ് ഇവോൾവ്മെന്റ് ഗ്രൂപ്പ്. ഇത് സ്വയം വളർന്നൊരു ഗ്രൂപ്പാണ്. കാരണം എന്താണ്, ഇവിടെ എല്ലാ മെമ്പേഴ്സും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ടായതുകൊണ്ടും ഞാനിങ്ങനെ അതിനെങ്ങനെ ഒരു ബാക്കിൽ നിന്ന് കണ്ടതുകൊണ്ട് മാത്രം. കാരണം നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പേഴ്സണൽ അഡ്വർടൈസ്മെന്റ് ഒരാളെയും എൻ്റെ അടക്കം ഞാൻ സമ്മതിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനെ നോളജ് ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിപ്പോൾ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് കിട്ടിയൊരു ബെനിഫിറ്റാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ 4 ആളുകൾ ചുറ്റിനിരിക്കണേ അല്ലേ. ഇന്നിപ്പോൾ സാറ് നാട്ടിലാണ്, തിരുവനന്തപുരത്ത്. ഞാൻ ഇങ്ങോട്ട് വന്നു, നിങ്ങളുടെ ക്ഷണപ്രകാരം വന്നു, സാറെ കണ്ടു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഈ ചർച്ച നടത്തുന്നത് എന്താ, ഈ കൂട്ടായ്മയുടെ ഫലമാണ്. കൂട്ടായ്മ എന്ന് പറയുന്ന വിഷയത്തിന്റെ വസ്തുത അവിടെ സെൽഫ്ലെസ് സർവീസ് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഒരാളെ ഐഡിയോളജി നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഞാനവിടെ പുറത്ത് പറഞ്ഞതുപോലെ ഒരു 20% കേരളത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് സാറെ കോൺട്രിബ്യൂഷനിലും ശ്യാം സാറെ കോൺട്രിബ്യൂഷനിലും നമ്മളെല്ലാവരെയും കോൺട്രിബ്യൂഷനിലും ഷെബിനടുത്ത് പറയണം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിലും ഒക്കെ ഈ വിഷയത്തിനെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഒന്നുമില്ലെങ്കിൽ കേരളത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ വിമർശിക്കപ്പെടാം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെയും വിമർശിക്കപ്പെടാം, ഞങ്ങൾ ഒരു പ്രവൃത്തി ചെയ്താൽ ഞങ്ങളെയും സ്ക്രൂട്ടനൈസ് ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ് എന്താണ്, നമുക്ക് കറക്റ്റ് ഗൈഡൻസ് നമുക്ക് കിട്ടിപ്പോകും. പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യതയില്ല. വിമർശിച്ചതിന്റെ പേരിൽ പിന്നെ ലബ്ധി സാറും ഞാനും അടക്കം, ഞാൻ എന്റെ ഫോൺ ഈ പറയുന്നത് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കോളുകൾ വന്നിട്ടുണ്ട് എനിക്ക്. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ പാർഷ്യാലിറ്റി ഉള്ള മനുഷ്യനാണെന്ന് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, പാർഷ്യാലിറ്റിയോ? അതൊന്നല്ല, നിങ്ങൾക്ക് ചില ആൾക്കാർ നിങ്ങളുടെ കോക്കസിലുണ്ട്, ചില ആൾക്കാർ നിങ്ങളെ കോക്കസിലില്ല. കോക്കസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും പറയും, കോക്കസ് ഇല്ലാത്തവർക്ക് നിങ്ങൾ എന്തും പറയില്ല. അപ്പൊ ഞാൻ അടുത്തേക്ക് വെച്ചു, അപ്പൊ എന്താ സംഭവിച്ചില്ല, പുള്ളി ഇട്ടൊരു പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇതാണ് കേസ്. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം വളരെ സിമ്പിളാണ്. ഞാൻ വളരെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ കമ്മ്യൂണിറ്റി വളരുന്ന തരത്തിലുള്ള എന്ത് സംഭവത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കാരണം എന്താ, ഒരാൾ നന്നായാൽ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും. ഫോർ എക്സാമ്പിൾ പറഞ്ഞ നിങ്ങൾ നന്നായത് കൊണ്ട് നിങ്ങളെ കമ്മ്യൂണിറ്റി നിങ്ങളെ സ്റ്റുഡന്റ് ബേസ് നന്നായത് കൊണ്ടും നിങ്ങളെ ഏജൻസിക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നത് കൊണ്ടുമാണ് നമ്മൾ കൊലാബറേഷൻസ് നടക്കുന്നത്. ഇപ്പൊ സാറ് ഈ വിഷയത്തിൽ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആയതുകൊണ്ട് ആണ് നമ്മൾ സാറിന് ക്ഷണിക്കുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ കൊലാബറേഷൻസിലൂടെ മാത്രമേ നമുക്ക് വിജയം കിട്ടുള്ളൂ, നമുക്ക് വളർച്ച കിട്ടുള്ളൂ. നമ്മൾ ഒറ്റക്ക് ഒന്നും നടക്കില്ല. കാരണം പ്രത്യേകിച്ച് ഇത്രയും ഹൈപ്പർ കോമ്പറ്റേറ്റീവ് ആയ ഒരു വേൾഡ്, അത്രത്തോളം മത്സരാധിഷ്ഠിത ബുദ്ധിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തികളുടെ ഇടയിൽ നമുക്ക് ഇൻസൈറ്റ് കിട്ടാൻ എളുപ്പമല്ല. ഇപ്പൊ സാറ കണ്ടൻ കക്കൂൺ എന്ന് പറയുന്ന ഒരു സീസൺ ഇപ്പോൾ ഞാനാണ് ഉദ്ഘാടനം കഴിച്ചത്. ഞാനന്ന് ഉദ്ഘാടനം കഴിച്ചതിന്റെ ശേഷം 2-3 ആൾക്കാർ എന്നെ വിളിച്ച്, നിങ്ങൾ കുറച്ച് ചൂടായിട്ടാണ് കാര്യം സംസാരിക്കുന്നത്, നിങ്ങൾ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ചൂടായതൊന്നല്ല, എന്റെ സ്വഭാവം അതാണ്, ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു വയസ്സായ മനുഷ്യനല്ലേ നിങ്ങൾ അങ്ങനെ കരുതിക്കാളെ വിഷയത്തിൽ. എന്നാലും ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എടുത്തുകൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ലിങ്ക്ഡിനിൽ ഇഷ്ടം പോലെ ആൾക്കാർ പോസ്റ്റ് ഇടാറുണ്ട്. ആ പോസ്റ്റിൽ അവർ കൃത്യമായിട്ട് അവർ പറയും ഇന്നതാണ്. പിന്നെ ഞാൻ ഇവരെ പോലെ ശ്യാം സാറിനെ പോലെ നിങ്ങളെ പോലെ എല്ലാവരെയും ഞാനിങ്ങനെ ഇരുന്ന് ചെവി കൂർപ്പിച്ചിരിക്കുക. നിന്റെ ഭാഗത്ത് വല്ല തെറ്റുണ്ടാ, ഞാൻ പറഞ്ഞതിൽ വല്ല ശരികേടുണ്ടാ, ഞാൻ പറഞ്ഞുകൊടുത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടാ. കാരണം ഇതിങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിറ്റി നന്നാവും. അതെ, ഞാനിപ്പോ എല്ലായിടത്തും ഞാൻ സ്റ്റാഫായാലും സ്റ്റുഡൻസ് ആയാലും പറയുന്നത് നിങ്ങൾ ചെയ്ത് തെറ്റിക്കും. ഫസ്റ്റ് അതാ പറയുന്നത്, ഒരു പ്രശ്നമില്ല, തെറ്റിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് എവിടെയാണ് പഠിച്ച പറ്റിയത്. മിസ്റ്റേക്ക് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റും. അത് എനിക്കൊരു നല്ല അനുഭവമുണ്ട്. ഞാൻ അക്ബർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ചെറിയൊരു കാലം കൺസൾട്ടേഷൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് എന്റെ കൊളീഗ് ഒരു 14,000 രൂപ റോങ് ടാർജറ്റിൽ ആഡ് കത്തിച്ച്, നമ്മളെ സാധാരണ നാട്ടിലെ ഭാഷ പറഞ്ഞ ആഡ് കത്തിച്ച്. അതെ, ഞാനും പേടിക്കാൻ തുടങ്ങി, ഇവനും പേടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് ടെൻഷൻ ആവില്ല, നീ പേറി പറഞ്ഞ എന്താ 14,000 രൂപ നമ്മൾ വെക്കേണ്ടി വരും. അപ്പൊ ഇവനിങ്ങനെ ഇവന്റെ ആ ഒരു ആങ്സൈറ്റിയിൽ ഇവൻ പറഞ്ഞു സാറ് പേടിക്കല്ല, ഞാൻ 10,000 തരാം, കടം പേടിച്ചിട്ടും തരാം. ഞങ്ങൾ അങ്ങനെ തന്നെ ഇതിന്റെ ഓണറായിട്ടുള്ള നാസർ എന്ന് പറയുന്ന വ്യക്തിനെ ഫോണിൽ ബന്ധപ്പെട്ടു. സെക്രട്ടറി, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് തന്നെ, ഒരക്ഷരം ഓനോട് ചോദിക്കണ്ട, ഒരു പൈസ ഉണ്ടെന്ന് പേടിക്കണ്ട, മനുഷ്യനായ തെറ്റ് പറ്റും, അടുത്ത ചെയ്തോളം പറയുന്നു. അന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഇന്ന് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഏത് വർക്ക് കൊടുക്കാനുള്ള ധൈര്യം കിട്ടി. അപ്പൊ നമ്മൾ ചില ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഓർമ്മിക്കേണ്ട വസ്തുത ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടത്.